പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ രാവിലെ സമയത്ത് ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കുവാൻ ലഭിക്കപ്പെട്ടിരിക്കുന്ന ഈ നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടുകൂടെ ആയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജീവിതത്തിൻ്റെ കഷ്ടതയും വേദനകളും ദുഃഖങ്ങളുമൊക്കെ ദൈവവചനത്തിൽ കൂടെ നിങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാനും സന്തോഷം കണ്ടെത്തുവാനും കഴിയും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ആരും ഒരു നാളും ലജ്ജിച്ചു പോവുകയില്ല. തങ്കൽ ആശ്രയിക്കുന്നവരെ അവൻ അറിയുന്നു എന്നാണ് തിരുവെഴുത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിൽ ആശ്രയിക്കുന്ന ഓരോ ദൈവമക്കളെയും ദൈവം അറിയുന്നു. അവൻ നമ്മുടെ ചിന്തകളെയും നനവുകളെയും ദൂരത്ത് ഇരുന്ന് ഗ്രഹിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ നിരൂപണങ്ങളെ അവൻ മനസ്സിലാക്കുന്നു. നമ്മുടെ ഹൃദയ വിചാരങ്ങളെ അവൻ നന്നായി അറിയുന്നു. ആ ദൈവത്തിൽ നമുക്ക് ഈ രാവിലെ സമയത്ത് ആശ്രയിക്കാം. ദൈവത്തിങ്കിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്താം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് നേരെ ഒരുപാട് പ്രതികൂലങ്ങൾ ഓരോ ദിവസങ്ങളിലും കടന്നു വരാറുണ്ട്. ശത്രുവിൻ്റെ തീയമ്പുകൾ പോലെ നമുക്ക് നേരെയുള്ള പ്രതികൂലങ്ങൾ ചെറുതല്ല, അത് വലിയ നിലയിലുള്ള പദ്ധതികളിൽ കൂടെ ഒരുക്കപ്പെട്ടതാകാം. എന്നാൽ അവിടെ എങ്ങും നമ്മൾ പരാജയപ്പെടേണ്ട ആവശ്യകതയില്ല. ഒരു വീട്ടിൽ ദുഃഖകരമായ വേദനകരമായ ഒരു വിഷയം നടക്കുവാനിടയായി. ദൈവത്തിനു സ്തോത്രം. പ്രാർത്ഥനയും ആരാധനയും ഒക്കെയായി മുന്നോട്ട് പോകുന്ന ആ വീടിനകത്ത് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വീടാണ്. വേദപുസ്തകത്തിലെ ഒരു കുടുംബത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായ ലാസറിൻ്റെയും മാർത്തയുടെയും മറിയുടെയും വീട്. കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും മിക്കവാറും അവിടെ കടന്നു ചെല്ലുകയും അവിടെ പ്രാർത്ഥനകൾ നടത്തുകയും അങ്ങനെ ആത്മീയമായ ഒരു നല്ല നിലവാരത്തിൽ നിലകൊള്ളുന്ന ഒരു ഭവനം. വലിയ എതിർപ്പുകളുടെ നടുവിലും യേശുവിനെ ബഹുമാനിക്കുന്ന, ആരാധിക്കുന്ന, ആദരിക്കുന്ന ഒരു കുടുംബം. ആ കുടുംബത്തിനകത്തൊരു പ്രശ്നം വന്നാൽ ദൈവത്തിനു സ്തോത്രം, അതിൻ്റെ മുഴുവൻ കാരണവും അല്ലെങ്കിൽ മുഴുവൻ ഉത്തരവാദിത്വവും കർത്താവായ യേശു ക്രിസ്തുവിന് ഉള്ളതാണ്. സ്തോത്രം. ലാസറിൻ്റെ മരണത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ലാസർ ദീനമായി കിടക്കുവാനിടയായി. യേശുവിനെ ആ കാര്യം അറിയിച്ചു. യേശുവിന് വന്നെത്താൻ കഴിഞ്ഞില്ല. ലാസർ മരിക്കുവാനിടയായി തീർന്നു. ദൈവത്തിനു സ്തോത്രം. യേശു ക്രിസ്തുവിന് ആ ശവസംസ്കാരത്തിന് മുമ്പ് ആ വീട്ടിൽ ചെല്ലാനായിട്ട് പറ്റിയില്ല. ശവാടക്കം കഴിഞ്ഞ് 4 ദിവസം പിന്നിട്ട് കഴിഞ്ഞപ്പോഴാണ് യേശു അവിടേക്ക് ചെല്ലുന്നത്. ഞാൻ ആ വാക്യമൊന്ന് വായിക്കാം. അവിടെ രോഗത്തിൻ്റെ വിവരമോ മരണത്തിൻ്റെ വിവരമോ ഉയർപ്പിച്ച കാര്യമോ ഒന്നും അല്ല ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ലാസർ അല്ലെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിനാൽ ഉയർപ്പിച്ചതായ ലാസർ യേശു ക്രിസ്തുവിൻ്റെ പന്തിയിൽ ഇരിക്കുമ്പോൾ അവനെ കൊല്ലുവാനായിട്ടുള്ള ഗൂഢാലോചനകൾ നടത്തിയ ഒരു കൂട്ടം ആളുകൾ, ലാസറിന്റെ ഉയർപ്പിനെ അംഗീകരിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ച് യേശുവിനെ അംഗീകരിക്കാൻ കഴിയാത്ത സമൂഹത്തിന്റെ നടുവിലാണ് ഇന്നും നാം നിലകൊള്ളുന്നത്. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 9 മുതൽ വാക്യങ്ങൾ. അവൻ അവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് യഹൂദന്മാരുടെ ഒരു വലിയ പുരുഷാരം യേശുവിൻ്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണുവാനായിട്ടും കൂടെ വന്നു. അവൻ ഹേതുവായി അനേക യഹൂദന്മാർ ചെന്നു. യേശുവിൽ വിശ്വസിക്കുകയാൽ ലാസറെയും കൊല്ലേണം എന്ന് മഹാപുരോഹിതന്മാർ ആലോചിച്ചു. ഹല്ലേലൂയ. ലാസറിനെ അടക്ക ശുശ്രൂഷകൾ ചെയ്ത മഹാപുരോഹിതന്മാർ, ദൈവത്തിനു സ്തോത്രം,
എനിക്ക് തോന്നുന്നു അവർ 3-ാം ദിവസം കല്ലറയ്ക്കൽ പോയി പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. യഹൂദന്മാരുടെ ആചാരമനുസരിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. അതുകൊണ്ടാണല്ലോ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കല്ലറയിലേക്ക് സഹോദരിമാര് ധൂപ സുഗന്ധ കൂട്ടുകളും ഒക്കെയായി കടന്നുപോയത്. അതുകൊണ്ടാണല്ലോ. നമുക്കറിയാം, ഇന്നും നമ്മുടെ ഇടയിലെ പൗരോഹിത്യ മേഖലകളിലൊക്കെ 3-ാം ദിവസവും 9-ാം ദിവസവും 40-ാം ദിവസവും ഒക്കെയുള്ള പ്രാർത്ഥനകളുണ്ട്. നമുക്കറിയാം കല്ലറയ്ക്കൽ പോയുള്ള പ്രാർത്ഥനകൾ. ഇവിടെയും യഹൂദന്മാർ യേശുവിനെ യഹൂദന്മാരുടെയും അവിടെയുള്ള ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും ഒക്കെ നേതൃത്വത്തിൽ പുരോഹിത സംഘം ലാസറിനെ അടക്കിയതാണ്. ഹല്ലേലൂയ. രോഗിയായി കിടന്നപ്പോൾ യേശു വന്നില്ല. പിന്നെ മരിച്ചിട്ടും യേശു കടന്നു വന്നില്ല. ശവാടക ശുശ്രൂഷ സമയത്ത് പോലും യേശു വന്നില്ല. പിറ്റേ ദിവസവും വന്നില്ല. 4-ാം പൊക്കെ യേശു വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ എല്ലാ പഴുതുകളും അടച്ചാണ് ചെയ്യുന്നത്. കുഞ്ഞെ, നിന്റെ ഉയർപ്പോ നിന്റെ വിടുതലോ ഇഷ്ടപ്പെടാത്ത ഒരു കൂട്ടം ആളുകൾ നിന്റെ ചുറ്റുവട്ടത്തോ നിന്റെ കൂട്ടത്തിലോ നീ ആരാധിക്കാൻ പോകുന്ന പള്ളിയിലോ സഭയിലോ ഒക്കെ ഉണ്ടാകാം. നിന്റെ വിടുതൽ, നിന്റെ നന്മ, നിന്റെ ഉയർച്ച, നീ പ്രാപിച്ചിരിക്കുന്ന ദൈവകൃപ, നിന്റെ പ്രാർത്ഥനാവരങ്ങൾ, നിന്റെ കൃപാവരങ്ങളുടെ ശുശ്രൂഷകൾ, നിന്റെ ആത്മീകമായ മുന്നേറ്റങ്ങൾ, ആർക്കും പിടിച്ചൊതുക്കാൻ കഴിയാത്ത നിലയുള്ള നിന്റെ കുതിച്ചു കയറ്റങ്ങൾ, ഇതൊന്നും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, സ്തോത്രം. മനസ്സിലായി? സഹോദരന്മാരുടെ ഇടയിൽ പോലും അങ്ങനെയുള്ള ചിന്താഗതിക്കാരുണ്ട്. എന്ന് പറഞ്ഞാൽ നിന്റെ ഉയർപ്പിനെ, ലാസർ ഉയർത്തെഴുന്നേറ്റ് യേശു ക്രിസ്തുവിനോടുകൂടെ പന്തിയിലിരിക്കുന്നു എന്നുള്ള വസ്തുത കേട്ടപ്പോൾ യഹൂദന്മാരും ആ വലിയൊരു ജനക്കൂട്ടം, സ്തോത്രം, എന്ത് ചെയ്യാണ്? കടന്നു വന്ന് യേശു ക്രിസ്തുവിനോടുകൂടെ പന്തിയിലിരിക്കുന്ന ഹല്ലേലൂയ ലാസറിനെ കാണുകയാണ്. കണ്ടോ? കഴിഞ്ഞ നാളുകളിൽ ദൈവത്തിന് സ്തോത്രം, പന്തിക്കിരിക്കാൻ കഴിയാതെ, വിരുന്നിനിരിക്കാൻ കഴിയാതെ, യേശുവിനോടൊപ്പം ഇരിക്കാൻ കഴിയാതെ മാറി വിവിധമായ മേഖലകളിൽ കൂടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരുന്ന നിന്റെ ജീവിതത്തിൽ ആത്മികമായ ഒരു ഉയർപ്പ് ദൈവം നൽകിയപ്പോൾ, ആമേൻ, ഒരു മാനസാന്തരം നൽകിയപ്പോൾ, ഒരു വിടുതൽ നൽകിയപ്പോൾ അതിനെ സ്വീകരിക്കാൻ കഴിയാത്ത പ്രാകൃതമായ മനസ്സിന്റെ ഉടമകൾ, നിനക്കുണ്ടായ നന്മയിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല, നിനക്കുണ്ടായ രോഗശാന്തിയിൽ സന്തോഷിക്കാൻ കഴിയുന്നില്ല, മരിക്കുന്നത് കാണാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്ന ചിന്തിച്ചിരുന്ന ആളുകൾ, രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ ആളുകൾ, നിന്റെ രക്ഷപ്പെടൽ കണ്ടപ്പോൾ അവർക്കതിനെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. അത് നീ പോകുന്ന ചർച്ചിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാം. നിന്റെ ഒപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ആരാധിക്കുന്ന ആളുകളിൽ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകാം. ഞാൻ ഒരു കാര്യം പറയാം, ദൈവം നിന്നെ ഉയർപ്പിച്ചാൽ ഉയർപ്പിച്ചതാണ്. ആരെല്ലാം കൊല്ലാൻ നോക്കിയാലും, ആരെല്ലാം തകർക്കാൻ നോക്കിയാലും, ആരെല്ലാം അടിച്ചമർത്താൻ നോക്കിയാലും അത് സാധ്യമാകുകയില്ല. കാരണം നിന്നെ ഉയർപ്പിച്ചത് ദൈവമാണ്. മതങ്ങളല്ല, സംഘടനകളല്ല, രാഷ്ട്രീയ പ്രഭുക്കന്മാരല്ല, ഏതെങ്കിലും ആമേൻ ഒരു പാസ്റ്ററോ പുരോഹിതനോ അല്ല. നിന്നെ ഉയർപ്പിച്ചത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ഹല്ലേലൂയ. ദൂരാമാന ഹന്തൽ പൗഡവൽ കരാതനാദി. ഇന്ന് ഈ രാവിലെ സമയത്ത് എനിക്ക് നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഇതാണ്. ഹല്ലേലൂയ. നിന്റെ ആത്മീകമായ ഉയർച്ച, നിന്റെ ഭൗതികമായ ഉയർച്ച, നിന്റെ മാനസികമായ തലത്തിലുള്ള ഉയർച്ച, നീ ചിന്തിക്കുന്ന മേഖലകളിൽ ഉണ്ടാകുന്ന ഉയർച്ച, അതിനെ ദൈവം നിനക്ക് നൽകപ്പെടുന്ന അനുഗ്രഹമേറിയ അനുഭവങ്ങളാണ്. ഇവിടെ പറയാണ്, ഒരു വലിയ പുരുഷാരം യേശുവിന്റെ നിമിത്തം മാത്രമല്ല, അവൻ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസറിനെ കാണാനായിട്ടും കൂടെ വന്നു.
ലാസറിനെ കാണാനായി കൂടെ വന്ന ഒരു കൂട്ടം ആളുകൾ. ഏതാ അടക്ക ശുശ്രൂഷയ്ക്ക് സംബന്ധിച്ചവരാണ്. കല്ലറയ്ക്കകത്ത് കൊണ്ട് വെച്ചതാ, കാലും കൈയും കെട്ടിയതാ, മുഖം മൂടിയതാ, റുമാല് കൊണ്ട് പൊതിഞ്ഞു കെട്ടിയതാ. സ്തോത്രം. ഇവരെല്ലാം വന്നിരിക്കുകയാണ്, സാക്ഷികളാ ഇവരെല്ലാം. കാല് കെട്ടാനും കൈ കെട്ടാനും താടി കെട്ടാനും പിന്നെ ആ മുഖം മൂടാനും വരിഞ്ഞു മുറുക്കി ആ പൊതിഞ്ഞു കെട്ടാനും ഒക്കെ കുളിപ്പിക്കാനും ഒക്കെ കൂടിയ ആളുകൾ സാക്ഷികളാണ്. അവരാ വന്നിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. മാർത്ത പോലും പറഞ്ഞു, കർത്താവേ 4 ദിവസമായി നാറ്റം വെച്ചിരിക്കുന്നു, അഴുകാൻ തുടങ്ങി. അതല്ലേ അതിന്റെ ശരി. എത്ര അഴുകിയ വിഷയമായാലും ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു, എത്ര അഴുകിയതായാലും, എത്ര കേടുവന്നതായാലും, എത്ര ബലഹീനമായതായാലും, രക്ഷപ്പെടത്തില്ലെന്ന് ആമൻ പറഞ്ഞു വിധി എഴുതിയതായാലും, എൻ്റെ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഒരു വാക്ക് നിന്റെ ജീവിതത്തെ സ്വാധീനിച്ചാൽ, നിന്റെ ജീവിതത്തെ തൊട്ടാൽ, ഞാൻ ഉറപ്പ് പറയുന്നു, ഒരു വലിയ വിടുതൽ നിന്റെ ജീവിതത്തിൽ നടക്കുവാനിടയായി. നീ വിശ്വസിക്കുക. ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ കൃപയും നിന്റെ മേൽ പകരപ്പെടട്ടെ. സ്വർഗസ്ഥനായ ദൈവത്തിന്റെ കരം ചലിക്കട്ടെ. ലാസറിനെ ഉയർപ്പിച്ച് പന്തിക്കിരുത്തുന്ന ദൈവിക പദ്ധതി, വിരുന്നിനിരുത്തുന്ന ദൈവിക പദ്ധതി, ആമെ ശത്രുക്കളുടെ മുമ്പിൽ, അവഗണിച്ചവരുടെ മുമ്പിൽ, ആമെ കൈയും കാലും കെട്ടി ആ റുമാൽ കൊണ്ട് മുഖം മൂടിയവരുടെ മുമ്പിൽ, ആമേൻ ദൈവത്തിനു സ്തോത്രം, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്ത് അടക്കിയവരുടെ മുമ്പിൽ എൻ്റെ കർത്താവ് നിന്നെ പന്തിക്കിരുത്തുവാൻ മതിയായവനാണ്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം, ശരണപ്പെടാം. ഈ ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയിലേക്ക് കൈപിടിച്ചുയർത്തട്ടെ. ഈ ചിന്തകൾ നിങ്ങൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവർക്കും അത് പങ്കുവെക്കണം. അത് അവർക്കും അനുഗ്രഹമായി തീരട്ടെ. ആമേ കർത്താവിന്റെ അനുഗ്രഹം നിങ്ങളുടെ മേൽ പകരപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഈ ചെറിയ ചിന്തയിൽ നിന്ന് പര്യവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാൻ. ഞങ്ങളുടെ പ്രിയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല നിമിഷത്തിനായി ഞങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ലാസറിന്റെ ജീവിതത്തിൽ ലഭിക്കപ്പെട്ട വിടുതൽ പോലെ ആമേൻ ഇത് ഈ വചനം കേൾക്കുന്ന എല്ലാവരുടെയും കുടുംബത്തിനകത്ത് ഒരു ദൈവിക വിടുതൽ വ്യാപരിക്കുവാൻ കർത്താവേ കൃപ ചെയ്യണമേ. തൃക്കരങ്ങളിൽ താഴ്ത്തുന്നു. തിരുനാമം മഹത്വമെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ.